ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഫലം മെയ് 4-ന്. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 2026 കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ നിയമം സർക്കാർ വിജ്ഞാപനം ചെയ്തു. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വിഷുക്കണി ദർശനം ഏപ്രിൽ 15-ന്. സംസ്ഥാനത്ത് ഇന്നും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡൽഹിയെയും ഗോവ ഒഡീഷയെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78.27% പോളിംഗ് രേഖപ്പെടുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ജനവിധി തേടിയത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിലാണ്. 81.36%. തൊട്ടുപിന്നിൽ 80.56%വുമായി പാലക്കാടുമുണ്ട്. 70.76% പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് ശതമാനം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 76 വോട്ടിംഗ് ശതമാനം. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും ഇന്നലെ വോട്ടെടുപ്പ് നടന്നു. 30 നിയമസഭാ മണ്ഡലങ്ങളുള്ള പുതുച്ചേരിയിൽ ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 89.87% പേർ വോട്ട് ചെയ്തു. അസമിൽ പോളിംഗ് 85.91%. അസമിലെ 126 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. കേരളം ഉൾപ്പെടെ വോട്ടെടുപ്പ് നടന്ന എല്ലായിടത്തും അടുത്ത മാസം 4-നാണ് വോട്ടെണ്ണൽ. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ തത്സമയ വെബ് കാസ്റ്റിംഗ് വഴി പോളിംഗ് പ്രക്രിയകൾ നിരീക്ഷിച്ചു. വിരലിൽ മുറിവുമായി എത്തിയ തൃശൂർ കണ്ണംകുളങ്ങര സ്വദേശിനി അക്ഷരയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സമൂഹ മാധ്യമത്തിലൂടെയാണ് ശ്രീ കേൽക്കർ അക്ഷരയെ അഭിനന്ദിച്ച് സന്തോഷം പങ്കുവച്ചത്. അക്ഷരയുടെ ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവുള്ളതിനാൽ മഷി പതിപ്പിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ തടസ്സം ഉന്നയിച്ചത്. പിന്നീട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ രേഖാമൂലമുള്ള ഉത്തരവിലൂടെയാണ് അക്ഷര വോട്ട് രേഖപ്പെടുത്തിയത്. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിനം ഇന്നലെ ആയിരുന്നു. ഈ മാസം 23, 29 തീയതികളിലാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ കാലാവധി മുഴുവൻ സംസ്ഥാനത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഇനി ഫലപ്രഖ്യാപനത്തിന് ശേഷം വീണ്ടുമെത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പ്രചാരണ കാലാവധി മുഴുവൻ സംസ്ഥാനത്തുണ്ടായിരുന്ന ചെലവ് നിരീക്ഷകർ ഇനി മെയ് 28-ന് വീണ്ടും എത്തും. പ്രചാരണവുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളും ഏജന്റുമാരും നൽകിയിരുന്ന കണക്കുകൾ നിരീക്ഷകർ വിശദമായി പരിശോധിച്ചിരുന്നു. ഇതിനു പുറമെ സഹനിരീക്ഷകർ ഓരോ സ്ഥാനാർത്ഥികളുടെയും ചെലവുകൾ നിരീക്ഷിച്ച് ഷാഡോ രജിസ്റ്ററുകളും തയ്യാറാക്കിയിരുന്നു. ഇവയും സ്ഥാനാർത്ഥികൾ നൽകിയ കണക്കുകളും താരതമ്യം നടത്തുകയും ചെയ്തിരുന്നു. ദൈനംദിന അക്കൌണ്ട് രജിസ്റ്റർ, ക്യാഷ് രജിസ്റ്റർ, ബാങ്ക് രജിസ്റ്റർ എന്നിവയാണ് സ്ഥാനാർത്ഥികൾ ഹാജരാക്കിയിരുന്നത്. ഇനി ഫലം വന്നതിന് ശേഷം എല്ലാ സ്ഥാനാർത്ഥികളും 30 ദിവസത്തിനകം തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ കണക്ക് സമർപ്പിക്കണം. ഇവ വിലയിരുത്താനാണ് നിരീക്ഷകർ വീണ്ടും എത്തുക. ഇങ്ങനെ കണക്ക് സമർപ്പിക്കാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ അയോഗ്യത അടക്കമുള്ള നടപടികളും ഉണ്ടാകും. 2026 കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ നിയമം സർക്കാർ വിജ്ഞാപനം ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ ബില്ലിന് അംഗീകാരം നൽകിയതോടെയാണ് നിയമനിർമ്മാണം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. പുതിയ നിയമപ്രകാരം 50% തസ്തികകൾ IPSൽ നിന്നുള്ള IG റാങ്കിലെ ഡെപ്യൂട്ടേഷൻ വഴിയും കുറഞ്ഞത് 67% തസ്തികകൾ ADG റാങ്കിലെ ഡെപ്യൂട്ടേഷൻ വഴിയും നികത്തും. വനിതാ സംവരണ ബിൽ ചർച്ച ചെയ്യാനും പാസാക്കാനും ഈ മാസം 16-ന് പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കും. നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സംവരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യസഭയുടെ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശിനെ രാജ്യസഭാംഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു വീണ്ടും നാമനിർദ്ദേശം ചെയ്തു. രാജ്യസഭാംഗമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിരമിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവിലാണ് ശ്രീ ഹരിവംശിനെ രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്തത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മൌറീഷ്യസിൽ ആരംഭിക്കുന്ന 9ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പങ്കെടുക്കും. സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം, വിഷൻ മഹാസാഗർ തുടങ്ങിയവയിലെ പ്രതിബദ്ധത ഉറപ്പിക്കുന്നതാണ് ശ്രീ ജയശങ്കറിന്റെ പങ്കാളിത്തം. ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ സാമുവേൽ ഹാനിമാന്റെ ജന്മദിനമായ ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത്. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി ഡോക്ടർമാരും സ്ഥാപനങ്ങളുമുള്ള രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ഹോമിയോപ്പതിയുടെ സവിശേഷതകളെക്കുറിച്ച് കൊല്ലം ജില്ലാ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ജോഷില ആകാശവാണി വാർത്തകളോട്. 1790 ജർമ്മൻ ഭിഷഗ്വരൻ ഡോക്ടർ സാമുവൽ ഹാനിമാൻ ആവിഷ്കരിച്ച നൂതന ചികിത്സാ രീതി ഇന്ന് ലോകത്തെ ജനപ്രിയ ചികിത്സാ ശാഖകളിൽ രണ്ടാമത്തെയും ഇതര വൈദ്യശാസ്ത്ര മേഖലകളിൽ 1ാം സ്ഥാനവും അലങ്കരിക്കുന്നു. ഇന്ന് കേരളത്തിൽ ഹോമിയോപ്പതി വളരെയേറെ പുരോഗമിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 94% ഡിസ്പെൻസറികളിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഡിജിറ്റൽ സംവിധാനമായ അഹിംസിലൂടെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ലോക ഹോമിയോപ്പതി ദിനത്തിൽ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനുള്ള കൂടുതൽ നടപടികൾ ഉൾക്കൊള്ളുന്ന പ്രബന്ധം റിസർവ് ബാങ്ക് പുറത്തിറക്കി. തട്ടിപ്പുകൾ തടയുന്നതിന് RBI 4 അധിക നടപടികളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. RBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്ട് ടു റെഗുലേറ്റ് ലിങ്ക് വഴി മെയ് 8 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിഷുദിനത്തിൽ പുലർച്ചെ 4 നട തുറന്ന് വിഷുക്കണി ദർശനം നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മേടം വിഷുപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി തുറന്ന് ദീപം തെളിക്കും. ഈ മാസം 15 വിഷുപൂജകൾ നടക്കുക. അന്ന് പുലർച്ചെ 4 മുതൽ രാവിലെ 7 വരെ സന്നിധാനത്ത് വിഷുക്കണി ദർശനം ലഭിക്കും. കൂടാതെ തീർത്ഥാടകർക്ക് തന്ത്രിയും മേൽശാന്തിയും വിഷുക്കൈനീട്ടവും നൽകും. മണ്ഡലപൂജ കാലം കഴിഞ്ഞാൽ കൂടുതലായി തീർത്ഥാടകരെത്തുന്ന സമയമാണ് വിഷുപൂജാകാലം. 18 വരെ ദർശനം നടത്താം. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തീർത്ഥാടനത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ പൊതുജനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ദാമിനി മൊബൈൽ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ഡൽഹിയെ നേരിടും. രാത്രി 7:30 മത്സരത്തിൽ ഗോവ ഒഡീഷയെ നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഇന്ന് രാത്രി 7:30 ഗുവാഹത്തിയിലെ ACA സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ വ്യാപാരം നേട്ടത്തോടെ ആരംഭിച്ചു. സെൻസെക്സ് 618 പോയിന്റ് ഉയർന്ന് 77,249ലും നിഫ്റ്റി 187 പോയിന്റ് നേട്ടത്തിൽ 23,962ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 75 രൂപ ഉയർന്ന് 14,025 രൂപയും പവന് 600 രൂപ വർദ്ധിച്ച് 1,12,200 രൂപയുമാണ് ഇന്നത്തെ വില. മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവങ്ങൾ ദാനം ചെയ്ത തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ജെഇ ജയകുമാറിന്റെ ഹൃദയം മലപ്പുറം സ്വദേശിയായ 15 വയസ്സുകാരിക്ക് പുതുജീവൻ നൽകി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി. കരുനാഗപ്പള്ളി മാലുവേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം കണക്കിലെടുത്ത് ഏപ്രിൽ 14 ക്ഷേത്രവും 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളും മദ്യനിരോധിത ഉത്സവ മേഖലയായി കൊല്ലം ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഫലം മെയ് 4. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 2026 കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ നിയമം സർക്കാർ വിജ്ഞാപനം ചെയ്തു. മേടം വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വിഷുക്കണി ദർശനം ഏപ്രിൽ 15. സംസ്ഥാനത്ത് ഇന്നും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡൽഹിയെയും ഗോവ ഒഡീഷയെയും നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.